അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 197 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും فإذا أفضتم من عرفات واذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. ലൈസ അലൈക്കും അയിനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാം. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നീ അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏത് അക്ഷരം വന്നാലും മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓത്. അലൈക്കും ജുനാഹുൻ ഓതരുത്. അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ. നൂനിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിന് 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക സൗണ്ടിനെ. ഹ വൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹംസ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക, മണിക്കാതെ ഉച്ചരിക്കും ചെയ്യുക കേട്ടോ. ജുനാഹുൻ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അൻ തബ്തഗൂ നോതരുത്. കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. തബ് സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. തബ്തഗൂ. ഓയിൻ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഓയിനിൻ്റെ മഖ്റജ് വരുന്നത് അദ്നൽ ഹൽക്കാണ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. സൗണ്ടിന് എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. വൗമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫൗലം മിർ റബ്ബിക്കും. വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്, നന്നായിട്ട് ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. പിന്നെ കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഫൗലം എന്ന് ഓതിപ്പോവരുത്. ഫൗലം മിർ റബ്ബിക്കും അതുപോലെ ഓതുക കേട്ടോ. ലാമിന് ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഅഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള റോ വന്നു. നൂൻ സാക്കിനയെ നമ്മൾ റോയിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷേ മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. മിർ റബ്ബിക്കും എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. മിർ റബ്ബിക്കും അതുപോലെ ഓതുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഫഇദാ അഫൗതും ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ വെറ്റായ ഭാഗത്ത് വെക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വീടിലായിട്ട് ഹംസയും വന്നിട്ടുണ്ട്. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്, നന്നായിട്ട് തഫ്ഹീം ചെയ്തിട്ട് നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. അഫൽത്തും നോതരുത്. അഫൽത്തും അതുപോലെ ഓതുക കേട്ടോ. അഫൽത്തും മിൻ മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഐന് വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക കേട്ടോ. മിൻ അറഫാത്തിൻ ഫദ്കുറൂ അതുപോലെ ഓതാം. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾക്കുക. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ചുരുക്കുക. ഫ കൂടെ അലിഫ് സഗീറ വന്നു, 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. താക്ക് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. റഫാത്തിൻ എന്ന് പറഞ്ഞിട്ട് നൂനിൻ്റെ സൗണ്ടിനെ കേൾപ്പിക്കരുത്. റഫാത്തിൻ ഫദ്കുറൂ അതുപോലെ ഓതുക കേട്ടോ. ദാല് കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഫദ്കുറൂ നോതരുത്. ഫദ്കുറൂ നോതി പോവരുത്. ഫദ്കുറൂ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. റോക്ക് വമ്മ വന്നിട്ടുണ്ട്, തഫ്ഹീം ചെയ്യുക. വൗമദും കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിന് വമ്മയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക.
നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള ദാല് വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോദിക്കെടുക്കുക. എന്താന്ന് ഓതരുത്. എന്താ നൂനിനെ ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഷീൻ കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മഷ്അരി നോതരുത് കേട്ടോ. മഷ്അരി നോതിപ്പോവരുത്. മഷ്അരി അതുപോലെ ഓതുക. റോ കെസ്ര ആയതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് ആക്കി കൊടുക്കുക, ലൈറ്റ് ആക്കി കൊടുക്കുക. അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ മദ് ആര് സുക്കൂനായിട്ട് മാറും. അപ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വദ്കുറൂഹു കമാ ഹദാകും. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദാലിന് ഹാഫ് സുക്കൂന് കൊടുക്കുക. വദ്കുറൂഹു നോതരുത്. വദ്കുറൂഹു അതുപോലെ ഓതട്ടോ. റോ വമ്മയായതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വാമതും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കമാ ഹദാകും. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. ഹദാകും. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് കൊണ്ടുവരാം. തൊണ്ടക്കുഴി നമ്മൾ പറയാറില്ല, ആ ഭാഗത്തു നിന്നാണ് കൊണ്ടുവരേണ്ടത്, അഖ്സൽ ഹൽക്കിൽ നിന്നും. ഹദാകും. അലിഫ് സൈറയാണ് കൂടെ വന്നിട്ടുള്ളത്, ദാലിൻ്റെ കൂടെ 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. വ ഇൻ കുന്തും. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള കാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഇൻ കുന്തും നോതിപ്പോവരുത്. ഇൻ കുന്തും. വീണ്ടും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. വ ഇൻ കുന്തും മിൻ ഖബ്ലി. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെ വന്നു. ഇദാം ഷഫവി. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുന്തും മിൻ ഖബ്ലി. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഖാഫ് വന്നു. നൂൻ സാക്കിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. മിൻ ഖബ്ലി. ബ ഖൽഖല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. ബ സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഹ കൂടെ യാ സൊയറ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടാനും ശ്രദ്ധിക്കുക. മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ. ഇവിടെ വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നന്നായിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. വാദിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഷദ്ദ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദയോ ഒറിജിനൽ സുക്കൂനോ വന്നാൽ മദ് ലാസിമാണ് വരുന്നത്. 6 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. 6 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കണം. അവസാനത്തിൽ മദ് ആര് സുക്കൂനാണല്ലോ, അപ്പോൾ 2, 4, 6 കൗണ്ട് അവിടെയും നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ. അതുപോലെ വഖഫ് ചെയ്യുക കേട്ടോ. 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് ആട് സുക്കൂനാണ്, വാദിനെയാണ് 6 കൗണ്ട് നീട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.